പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ അഷ്ടഭാഗ്യങ്ങൾ വായിച്ച് ശ്രവിച്ചു. അഷ്ടഭാഗ്യങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ അജണ്ടയാണ്. സ്വർഗരാജ്യം സ്ഥാപിക്കുന്നതിനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വന്നത്. സ്വർഗരാജ്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണം സംസ്ഥാപിതമായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മ. അതാണ് സ്വർഗരാജ്യം. അതൊരു ഭൂപ്രദേശമല്ല, അത് മനുഷ്യ ഹൃദയങ്ങളുടേതായ ഒരു സമന്വയമാണ്. ആ ഹൃദയങ്ങളിലേക്കാണ് ദൈവമായ പിതാവിൻ്റെ സന്ദേശം നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ കടത്തിവിട്ടിരിക്കുന്നത്. ആ ഹൃദയങ്ങളിലാണ് നാം ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്ന് കർത്താവ് വിശേഷിപ്പിച്ചത് അതാണ്. നാം ഉള്ളുകൊണ്ട് ദൈവത്തിലായിരിക്കുന്നവർ. അരിയോപ്പാഗസിലെ പ്രസംഗത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹാ പറഞ്ഞതുപോലെ നാം ദൈവത്തിലായിരിക്കുന്നവരും ചരിക്കുന്നവരും ജീവിക്കുന്നവരുമാണ് എന്ന് വരികൾ. അതിലുപരി ഇന്ന് നാം കർത്താവായ ഈശോ മിശിഹായിലൂടെ ദൈവത്തിലായിരിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമാണെന്നുള്ള നമ്മുടെ യഥാർത്ഥ സ്ഥിതി നാം നമ്മിലേക്ക് ഒരനുഭവമാക്കി മാറ്റുന്ന സന്ദർഭങ്ങളാണ് വചനപ്രഘോഷണത്തിൻ്റെയും വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെയും സമയങ്ങൾ. അപ്രകാരമുള്ള ഒരു വലിയ സമയമാണ് ഇന്നേ ദിവസം കർത്താവ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. കർത്താവ് സംസ്ഥാപിക്കാൻ ആഗ്രഹിച്ച ദൈവരാജ്യത്തിൻ്റെ ദൈവമക്കളുടേതായ അവസ്ഥയിൽ ജീവിക്കുന്നവരുടെ ആ ഒരു ആഗ്രഹം ആത്മാവിൽ അവർ ദരിദ്രരാണ്. ആത്മാവിൽ അവർക്ക് തന്നെ ഒന്നുമില്ലെന്നും എല്ലാം ദൈവം തന്നതാണെന്നുമുള്ള മനോഭാവത്തോടുകൂടി എല്ലാറ്റിനെയും കാണുകയും എല്ലാറ്റിനെയും വിനിയോഗിക്കുകയും ചെയ്യുന്നവരാണ് ഈ സ്വർഗരാജ്യം കരസ്ഥമാക്കുന്ന ദരിദ്രരായവർ. സ്വർഗരാജ്യം കർത്താവ് പഴയ നിയമത്തിൽ നൽകിയ കാനാൻ ദേശത്തിൻ്റെ പൂർത്തീകരണം. സ്വർഗരാജ്യം കർത്താവ് ഈ സഭയിൽ ഈ ലോകത്ത് സ്ഥാപിച്ച സഭയുടെ പൂർത്തീകരണമാണ്. ആ സ്വർഗരാജ്യമാണ് നമ്മൾ സംസ്ഥാപിക്കുവാൻ പരിശ്രമിക്കേണ്ടത്. അതിനാദ്യം പ്രഥമത നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കും. നാം ഒന്നും ഉള്ളവരെന്ന് ഭാവിക്കുന്നവരാകരുത്, എല്ലാം സ്വീകരിച്ചവരെന്ന് കരുതുന്നവരായിരിക്കണം. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് കരുതുന്നവരായിരിക്കണം. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദരിദ്രരായി ജീവിക്കുമ്പോൾ ദുഃഖം വരിക സ്വാഭാവികമാണ്. കാരണം മനുഷ്യൻ സമ്പന്നനാകാനുള്ള വ്യഗ്രതയിലാണ്. മനുഷ്യൻ എപ്പോഴും സ്വന്തമായിട്ട് സ്വത്ത് സമാർജിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഭൂമി വേണം, വീട് വേണം, വസ്ത്രം വേണം, അലങ്കാരങ്ങൾ വേണം, ഭക്ഷണം വേണം, എല്ലാവിധത്തിലുള്ളതും ഒന്നാം ക്ലാസ്സായിട്ട് സൂപ്പറായിട്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നടക്കണം എന്ന് ചിന്തിക്കുന്നവനാണ്. ആ ചിന്തകൾക്കാണ് നാം ചിന്തകളോടുകൂടി നമ്മൾ ലൗകികരായി വർത്തിക്കുമ്പോഴാണ് അത് ലഭിക്കാതെ വരുന്നുവോ നമ്മൾ വിലപിക്കുന്നു, നമ്മൾ ദുഃഖിക്കുന്നു. പക്ഷേ ആ ദുഃഖം യഥാർത്ഥമാണ് എന്ന് വരികിൽ ആ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കടവുള്ളവരാണെങ്കിൽ എല്ലാം ദൈവം തരുമെന്നുള്ള ആ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിലാണ് നമ്മളെന്ന് വരികിൽ നമുക്ക് സമാധാനം ലഭിക്കും. നമ്മൾ ആശ്വസിപ്പിക്കപ്പെടും ദൈവത്താൽ തന്നെ. ശാന്തശീലർ ഭാഗ്യവാന്മാരാകും. ഈ ശാന്തശീലരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഗതിവിഗതികളിലും ഉയർച്ചകളിലും താഴ്ചകളിലുമെല്ലാം സന്തുലിതമായ മനോഭാവം. എന്തു വന്നാലും ദൈവത്തിൻ്റെ ഹിതമെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ദൈവരാജ്യ മനോഭാവമുള്ളവനാണ് ശാന്തനായിരിക്കുന്നത്. അല്ലാതുള്ളവൻ ബഹളക്കാരനായി, അവൻ സമൂഹത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നവനായിരിക്കും. അവൻ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തൻ്റെ തന്നെതായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നവനായിരിക്കും. കുടുംബത്തിൽ അവൻ കലഹമുണ്ടാകും, സഭയിലും അവൻ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. അവൻ സമൂഹത്തിൽ കലാപകാരിയായിരിക്കും. അതിൻ്റെ എല്ലാം രൂപങ്ങളും ഭാവങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ദൈവമക്കൾക്കടുത്ത ആ മനസ്സിൻ്റെതായ ശാന്തതയില്ലാത്തത്.
ശാന്തതയുള്ളവർ അവർ ഭൂമി കൈവശമാക്കുമെന്നാണ് പറഞ്ഞത്. ഭൂമി കൈവശം, ഇതേത് ഭൂമിയാണ്? അവർക്ക് എസ്റ്റേറ്റുകൾ ഉണ്ടാകുമെന്നാണോ കർത്താവ് പറയുന്നത്? അവർക്കുള്ള എസ്റ്റേറ്റുകളും അവർക്കുള്ളതെല്ലാം അവർ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നവരായിരുന്നു. ദൈവത്തിൻ്റെ ഭരണം ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടേതുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാകും. ആ ഭൂമിയാണ്, ആ കാനാൻ നാടാണ്, ആ സഭയാണ്, ആ സ്വർഗരാജ്യമാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാവിധ വിഭവങ്ങളും വിനിയോഗിക്കുന്നത്. അവർ ഭൂമി കൈവശമാണ്. അവർ ഈ ലോകത്തിൽ ദൈവരാജ്യം സ്വന്തമായി സ്വീകരിക്കും എന്നർത്ഥം. പ്രിയമുള്ളവരെ, പിന്നെ പറയുകയാണ്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ സഹോദര സ്നേഹത്തിൻ്റെ പര്യായങ്ങളാണ്. നീതി എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി വിശക്കുന്നു, ദാഹിക്കുന്നു. അവർക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കും. അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്ന് കർത്താവ് പറയുന്നു. അതല്ല നാം തത്രപ്പാടോടുകൂടി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം സമ്പത്ത് വേണം. നമുക്ക് സമ്പത്തിൻ്റെ വിനിയോഗം അത് ദൈവരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിരിക്കണം. അത് അവരിന് വേണ്ടി കൂടിയുള്ളതായിരിക്കണം. അത് നല്ല സമറിയാക്കാരനിൽ പറയുന്നത് പോലെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും വളരെയേറെ ദുഃഖങ്ങളിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും സമൂഹത്തിൽ പിന്തള്ളപ്പെടുന്നവർക്കും ദരിദ്രരായിട്ടുള്ളവർക്കുമൊക്കെ സമൂഹത്തിൽ മുന്നേറി നിന്ന് സഹോദര്യ മനോഭാവത്തോടുകൂടി സമത്വ ചിന്തയോടുകൂടി ഒന്നിച്ചു പോകുവാനുള്ള ഒരു മനോഭാവവും ജീവിതശൈലിയും സൃഷ്ടിക്കുന്നവരായിട്ട് അവർ തീരണം. അതുകൊണ്ടാണ് അവർ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും. ഈ നീതിയാണ് കർത്താവ് ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരവും കുടുംബപരവും സ്വഭാവപരവും സമൂഹപരവുമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് വ്യഗ്രചിത്തതയോടുകൂടി കർത്താവിനെ പോലെ പോകുമ്പോഴാണ് ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നത്. നമുക്ക് സംതൃപ്തി ലഭിക്കേണ്ടത് അതാണ് യഥാർത്ഥ സംതൃപ്തി. നന്നായി ഭക്ഷിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ ഒരിക്കലും ചിന്തിക്കരുത്. അത് തികച്ചും അബദ്ധമാണ്. അതേസമയം അവരന് വേണ്ടി, അവരുടെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് അധ്വാനിച്ച് ക്ലേശിച്ച് സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയണം. അതാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇത് നല്ലൊരു തിരിച്ചടിയാണ്. മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ എന്നെങ്കിലും നമുക്കും കരുണ ലഭിക്കും എന്നുള്ളതിന് സംശയം. കർത്താവായ ഈശോ മിശിഹ ദൈവത്തോടുള്ള തൻ്റെ സമാനത പരിഗണിക്കാതെ തന്നെ മനുഷ്യനായി ദാസന്റെ രൂപത്തിൽ നമ്മളോടൊത്ത് ജീവിച്ച് മനുഷ്യവർഗത്തെ മുഴുവൻ സമുദ്ധരിച്ചതിൽ ഉണ്ടായ ക്ലേശം, ദുഃഖം, സഹനം, കുരിശുമരണമെല്ലാം നമുക്കറിയാം. പക്ഷേ ആ കർത്താവിൻ്റെ കരുണയോടുകൂടിയുള്ള പ്രവർത്തനത്തിന് അവിടത്തേക്ക് കരുണ ലഭിച്ചു. അതുകൊണ്ട് പിതാവിൻ്റെ വലത്തുവശത്തെ എല്ലാ നാമധേയത്തെക്കാളും വലിയ നാമധേയം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുലിഖിതത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ കാരുണ്യം നമ്മൾ അർഹരാക്കണം. നാം കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. കൊടുക്കാതിരുന്നാൽ നമ്മൾ ഭക്താശരായി. അതുകൊണ്ട് കരുണ കൊടുക്കുക, കരുണ ലഭിക്കും. ആരെയെല്ലാം ഏതെല്ലാം രീതിയിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ അപ്പോഴെല്ലാം ദൈവം നമുക്ക് കരുണ നമ്മുടെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് സമയാസമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അടിസ്ഥാനപരമായ ഒരു വിശുദ്ധിയുടെ മനോഭാവമാണിത്. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രമുള്ള ലൈംഗിക ജീവിതത്തിൻ്റെ രംഗത്തോട് മാത്രമുള്ള ഒരു ഹൃദയശുദ്ധിയല്ല.
എല്ലാ തലങ്ങളിലും വിചാരങ്ങളിലും വികാരങ്ങളിലും ദൈവത്തോടൊപ്പം നിന്ന് ചിന്തിക്കുന്ന മനോഭാവമാണ്, ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയുന്ന ഒരു മനോഭാവമാണ്. നമ്മിലേക്ക് മാമോദീസായിലൂടെ വർഷിക്കപ്പെട്ട തൈലാഭിഷേകത്തിൽ നമുക്ക് നൽകപ്പെട്ട സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലാണ് നമ്മുടെ ഹൃദയശുദ്ധി അതിൻ്റെ പുരോഗതി പ്രാപിക്കുന്നത്. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണമെന്നും അങ്ങനെയുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരോട് നമുക്ക് അടുക്കുമ്പോൾ തന്നെ നമ്മിലേക്ക് അവരുടെ വിശുദ്ധി പകരുന്നത് പോലെ നമുക്ക് തോന്നും. ചില ആളുകളുടെ സാന്നിധ്യത്തിൽ നിന്നാൽ തന്നെ നാം നമ്മുടേതായ ആത്മവിശുദ്ധിയിൽ വളരുന്നത് പോലെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകും. അതാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിരന്തരം ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അവർ ഭാവിയിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുമെന്നല്ല ഈ പറയുന്നത്. അവരുടെ ഹൃദയത്തിൻ്റെ ആ വിശുദ്ധിയിൽ അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ദൈവത്തിനും സഹോദരനും സ്ഥാനമുണ്ട്. അവർ ഒറ്റയാന്മാരല്ല, അവർ സ്വാർത്ഥപ്രേരിതരല്ല. അവർ പിന്നെയോ ഔദാര്യ മനോഭാവത്തോടുകൂടി ദൈവത്തോടൊപ്പം നിന്ന് മനുഷ്യ സമൂഹത്തെ, സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നവരും അതുപോലെ തന്നെ അവിടെ എല്ലാവർക്കും സ്നേഹവും സമാധാനവും നൽകുന്നവരുമാണ്. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എത്രയോ പേര് നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നു. കർത്താവ് സംസ്ഥാപിച്ച ആ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ മിഷണറിമാർ, നമ്മുടെ അജപാലകരായ വൈദികർ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലെ താപസികളും തപസ്വിനികളും എത്രമാത്രം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഓരോ രാജ്യങ്ങളിൽ. ഈ രാജ്യത്ത് തന്നെയും പണ്ടൊക്കെ ഇതുപോലെയുള്ള പീഡനങ്ങൾ സഭയ്ക്ക് പുറത്തു നിന്നാണ് നമുക്കെപ്പോഴും ലഭിക്കുന്നത്. ഇപ്പോൾ സഭയ്ക്കകത്തു നിന്ന് പോലും ഇതുപോലുള്ള പീഡനങ്ങൾ ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പീഡനങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണെന്നാണ് കർത്താവ് പറയുന്നത്. സഹനത്തിലും മരണത്തിലുമാണ് പ്രിയമുള്ളവരെ സ്വർഗരാജ്യം മുദ്ര കുത്തപ്പെടുന്നത്. കർത്താവ് ഈശോ മിശിഹായുടെ സഹനത്തിലും മരണത്തിലുമാണ് നമ്മുടെ രക്ഷയുടെ മുദ്ര വിളിക്കുക. അതുകൊണ്ട് തന്നെയാണ് കുരിശിനാൽ നമ്മൾ ഇപ്പോൾ മുദ്രയിടപ്പെടുന്നത്. അപ്പോൾ ഈ മുദ്ര സ്വന്തം ജീവിതങ്ങളിൽ ഏറ്റുവാങ്ങിയവരാണ് രക്തസാക്ഷികളും വിശുദ്ധരുമായിട്ടുള്ള വ്യക്തികൾ. അതുകൊണ്ട് നാം പീഡകൾ സഹിക്കുന്നതിൽ, ക്ലേശിക്കുന്നതിൽ സന്നദ്ധരായിട്ടിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയമായിട്ട് നമ്മൾ കരുതണം. ഇതെന്തോ അസാധാരണമായിട്ട് സംഭവിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കരുത്. യാക്കോബ് ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ കഴിവിൽ കവിഞ്ഞുള്ള ഒരു സഹനവും നിങ്ങൾക്ക് നൽകുകയില്ല കർത്താവ്. പക്ഷേ സഹനത്തിൻ്റെ ആ വലിയ അനുഭവം വരുമ്പോൾ എനിക്ക് മാത്രം ഈ സഹനമെന്ന് പലരും ചിന്തിച്ചു പോകും. അല്ല, നമ്മോടൊപ്പം സഹിക്കുന്ന, നമ്മേക്കാൾ കൂടുതൽ സഹിക്കുന്ന, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുടെ കൂട്ടായ്മയാണ് സഭ. അത് തന്നെയാണ് സഭയുടെ ശക്തിയും, അത് തന്നെയാണ് സഭയെ സഭയാക്കി നിലനിർത്തുന്നതും, അത് തന്നെയാണ് സഭയ്ക്കൊരു ധാർമ്മിക ശക്തി ഈ ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് നാം കളഞ്ഞു കുളിച്ചിട്ട് ലൗകികതയിലേക്ക് മുങ്ങിക്കുളിക്കാൻ പോയാൽ നാം അല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ ക്രൈസ്തവ വ്യക്തിത്വം പാടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്രൈസ്തവ വ്യക്തിത്വമാണ് വൈദികരും സമർപ്പിതരും കൂടുതലായിട്ട് തങ്ങളുടെ ജീവിതങ്ങളിലൂടെ പ്രകാശിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് ദൈവത്തോടുള്ള വിധേയത്വത്തിലും സഭയോടെ കൂട്ടായ്മയോടുള്ള അനുസരണത്തിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അസ്തിത്വങ്ങൾ നമ്മൾ ആരും മറക്കരുത്. കർത്താവിനോടുള്ള പ്രതിബദ്ധത, സഭയോടുള്ള നമ്മുടെ പ്രതിബദ്ധത നാം ഒരു നാളും മറക്കാതെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വ്രതമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് പറയുകയാണ്,